Barak More. Good morning, everyone, and welcome to our DSWA MMBS Friday prayer. Let us come together with hearts prepared as we begin the time of worship, reflection, and intercession. We are blessed to have all our faithful members joining from across the diocese. To begin, I humbly request Abi Achan to lead us in the opening prayer. പ്രാർത്ഥിക്കാം. ബാറക്കുമാർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കൂടി വരവിനെ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് ചേരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയായതിൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജീവിത ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ചേർന്നിരിക്കുന്ന മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഇവിടെ കൂടുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് വസിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിന്റെ കൃപയിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ, സഹായിക്കണം. പരിശുദ്ധ പെന്തക്കോസ്ത് ദിവസത്തിൽ ഞങ്ങൾ പ്രാപിച്ച ആത്മാവിന്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് നീങ്ങുവാനുള്ള ഒരു ശക്തിയായി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആവശ്യഭാരങ്ങളിലും ആഗ്രഹങ്ങളിലും നിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന എല്ലാവരെ അനുഗ്രഹിക്കണം. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നവരെ അനുഗ്രഹിക്കണം. പട്ടിണിയിലും പ്രയാസത്തിലും കഴിയുന്നവരെ അവിടുന്ന് തൃക്കൺ പാർക്കണമേ. പ്രത്യേകാൽ കർത്താവെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ കേട്ടു വിമാന അപകടത്തിൽ അനേക കുടുംബങ്ങൾ പ്രയാസത്തിലായിരിക്കുന്നു. അനേകർ സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചു. ഒരു നിമിഷം കൊണ്ട് സകലതും തകർന്നുപോയ അനുഭവം. അവരുടെ എല്ലാം കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവർക്ക് നീ തന്നെ ആശ്വാസകനായിരിക്കണമേ. അവരുടെ കണ്ണുനീർ തുടയ്ക്കണമേ. അവരുടെ കുടുംബങ്ങളിൽ നിന്റെ സമാധാനവും ശാന്തിയും വസിപ്പിക്കണമേ. മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ സകലതും നിനക്ക് സാധ്യമാകുന്നു നിങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ആ കുടുംബങ്ങളോട് നീ ഇരുന്ന് സഹായിക്കണം. സഭയെ അനുഗ്രഹിക്കണമേ. ഇടവകളെ അനുഗ്രഹിക്കണമേ. ഭദ്രാസനങ്ങളെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും അനുഗ്രഹിക്കണം. ദൈവിക ശുശ്രൂഷകരെ അനുഗ്രഹിക്കണം. ഇന്ന് കൂടി വന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ. ഇന്ന് കൂടാൻ കഴിയാതെ പോകുന്നവരെയും അനുഗ്രഹിക്കണം. ഓരോരുത്തരും ഏർപ്പെടുന്ന മേഖലകളിൽ അവരോട് നീ കൂടെ ഇരുന്ന് സഹായിക്കണം. ഞങ്ങളെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും തിരുസന്നിധിയിൽ തരും. വാങ്ങിപ്പോരെ അബ്രഹാമെ ഫലവസിപ്പിക്കണമേ. രണ്ടാമത്തെവരെങ്കിലും ഒരുമിച്ച് കാണുവാനിടയാകും. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. Amen. Thank you, Achan, for the opening prayer. We will now have a devotional song by Miss Maren Joseph. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും എന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും എന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമന ശോധനയിലും താണു വീണു പോകാതെ, ആർപ്പിഞ്ചയ ധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ.
ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. പെറ്റാതള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കയില്ല വാർത്തയാൽ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാതയെന്നും ഓടും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. പാടി പുകഴ്ത്തിയിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നും എന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. Thank you, Maren, for that beautiful song. We now turn to the Word of God. Our Bible portion is taken from Acts of Apostles, chapter 3, verses 1 to 20. It will be read by Ms. Shaila Melvin. Ms. Shaila Melvin, please unmute yourself. എനിക്കൊന്ന് ശൈല അല്ലേ? ശൈല ഇല്ലേ? Can somebody else read the Bible portion? Acts chapter 3, verses 1 to 20. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 മണി നേരത്തെ പ്രാർത്ഥന സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭാശയം മുതല് മുടന്തനായ ഒരുവനെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിക്കുവാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമായിരുന്നു. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവരോട് ഭിക്ഷ ചോദിച്ചു. പത്രോസും യോഹന്നാനും അവനെ ഉറ്റുനോക്കിക്കൊണ്ട് ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതി അവൻ അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. അവനെ വലങ്കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എണീറ്റു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരുന്നവരാവുന്നു എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്നു പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിൽ ആശ്ചര്യപ്പെടുന്നത് എന്തിന്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുവാൻ പ്രാപ്തനാക്കി എന്ന ഭാവത്തിൽ
ഞങ്ങളെ എന്തിനു ഉറ്റുനോക്കുന്നു? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയക്കുവാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കൊലപാതകിയെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു. ജീവന്റെ നാഥനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരം ഉള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുക ഈ സൗഖ്യം പ്രാപിക്കുവാൻ ഹേതുവായി തീർന്നു. ബാറക്കുമോർ. Thank you, Maren, for the Bible reading. Now it's time for Karma prayer. അമ്മച്ചൻ കർമ്മ പ്രാർത്ഥന ചൊല്ലാം. ഹോമാചരണാണോ വെച്ചാ? അതെ അതെ കർമ്മ ചൊല്ലി വെച്ച ഹോമാചരണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം ഒന്നേക്കും തന്നെ ആമീൻ. തന്റെ മാത്രം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളെ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നതിനും വരാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്ന വിവരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണയില്ലാത്തവൻ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണയില്ലാത്തവൻ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണയില്ലാത്തവൻ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപിള നിന്റെ അടിയാരോട് കരുണ നമസ്യ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പണം കരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ അതിന്മോട് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്നുള്ള രാജ്യശക്തിയും നീക്കം നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ വയറ്റിലെ ഫലമായി കർത്താവ് യേശു മെശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവനോർത്ത് അറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ. തന്റെ വിശുദ്ധ റൂഹ മൂലം ഞങ്ങളെ ആശ്വസിപ്പിച്ചവനായി കാരുണ്യവാനും സകല ആശ്വാസം നൽകുന്നവനുമായ ദൈവമേ, നിന്റെ വിശുദ്ധ ശ്ലീഹന്മാരുടെ മേൽ ദീനാവുകൾ പോലെ നിന്റെ വിശുദ്ധ റൂഹ വസിച്ചതായ ഈ നേരത്ത് നിന്റെ തിരുവൻപാകെ നിന്ന് പ്രാർത്ഥിപ്പാൻ എന്നെ നിയോഗ്യനാക്കിയത് കൊണ്ട് നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ സ്നേഹമുള്ളവനായ കർത്താവേ, പരിശുദ്ധ റൂഹായുടെ കൃപ എങ്കിലേക്ക് നീ കൽപ്പിച്ചയക്കണമേ. അതിനാൽ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സർവ്വമാലിന്യങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മീയ പ്രകാരം നടക്കുകയും ജഡമോഹങ്ങളെ നിവർത്തിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ആത്മീയ നടപടികളിലേക്ക് എന്നെ നീ മാറ്റണമേ. എന്റെ ആയുഷ്കാലമെല്ലാം വിശുദ്ധിയോടും നീതിയോടും കൂടെ നിനക്ക് ശുശ്രൂഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, നിനക്ക് എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. Next we have a devotional song by Ansi Papan Kochama. തന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാദാ നിൻ ജീവനേ നിത്യ സഹായകനേ. അകതാരിലുണർവിന്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ. വരദാനവാരിധി ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനേ,
ആശ്വാസദായകനെ തന്നാലും നാഥാ നിൻ ജീവനേ നിത്യ സഹായകനേ പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകി വരൂ പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകി വരൂ തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥാ നിൻ ജീവനേ നിത്യ സഹായകനേ. Thank you, Kachima, for blessing us with that song. Now I request Abhi Achan to introduce our speaker today. We are blessed to have with us Reverend Father Ham Joseph, Vicar of St. Gregorius Orthodox Cathedral, Bellwood. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട ഹാമച്ചൻ, വന്യവൈദിക ശ്രേഷ്ഠരെ, ഇന്ന് സ്വർണ്ണ വെള്ളിയാഴ്ചയാണ്. നമ്മൾ വായിച്ച വേദഭാഗം നമുക്ക് അത് കാണിച്ചു തരികയും ചെയ്തു. പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ഗോപുരത്തിന്റെ മുൻപിൽ എത്തി അവിടെ ഒരാളെ സൗഖ്യമാക്കുന്ന അനുഭവം നമ്മൾ വായിച്ചു. സ്വർണ്ണ വെള്ളിയാഴ്ച വെള്ളിയും പൊന്നിലും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് എന്താണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് കാണിച്ചു കൊടുക്കുന്ന സമയമാണ്. വീണ്ടും പ്രാധാന്യമേറിയ കുറെ ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക, ശ്ലീഹ നോമ്പിലേക്ക് നമ്മൾ കടന്നു വരും. 16 മുതൽ 29 വരെയുള്ള 13 ദിവസങ്ങൾ ശ്ലീഹ നോമ്പിലേക്കും നമ്മൾ വരുന്നു. എന്താണ് ശ്ലീഹ നോമ്പിന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്ലീഹന്മാരിൽ ആവസിച്ചതായ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെ ലോകമൊക്കെയും വ്യാപിപ്പിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് ശ്ലീഹന്മാരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കാരണം ആ ശൈഹികമായ പദവിയും അനുഭവമാണ് നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് രാജകീയ പുരോഹിത വർഗമായ നമുക്ക് ശൈഹികമായി ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവിന്റെ ആവാസമാണ്. അപ്പൊ അതിനെ നമ്മൾ ഏറ്റെടുക്കുകയും അത് ലോകമൊക്കെയും നല്ല സാക്ഷ്യത്തിനായി ഒരുക്കുകയും ചെയ്യും. ആ ഒരുക്കുന്ന അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും ആ അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ പരിശുദ്ധ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ അനുഗ്രഹപ്രദമായ ആത്മാവിന്റെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ നമുക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവികമായി ലഭിച്ച നന്മകളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഉള്ള കൃപ തമ്പുരാൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ഹാം അച്ഛനാണ്. അച്ഛനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം ഭദ്രാസനത്തിന്റെ ചുമതലകളിൽ ഇന്ന് ആ ദേവാലയത്തിന്റെ ഇവിടെ ബെൽവുഡ് ദേവാലയത്തിന് വികാരിയായി ഇപ്പോൾ അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ഈ ഭദ്രാസനത്തിന്റെ എല്ലാ മേഖലകളിലും സജീവമായ സാന്നിധ്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വന്യ വൈദിക ശ്രേഷ്ഠൻ കൂടിയാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി DSWA MMVSന്റെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിലേക്ക് വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കൂടുതൽ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നമ്പുരാൻ തന്റെ ദൈവിക ശുശ്രൂഷയിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂടുതലായി അച്ഛനെ എല്ലാ രംഗങ്ങളിലും ഉപയോഗിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. കുടുംബത്തെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അച്ഛന്റെ വാക്കുകൾ 30 പേർ 100 മേനിയായി നമുക്ക് ഫലം കിട്ടുന്നത് ആയി തീരുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. അച്ഛന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ
കഴിയുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യും. തുടങ്ങട്ടെ അച്ഛാ. തുടങ്ങാം അച്ഛാ, തുടങ്ങാം. വലിയ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ വന്യ വൈദികരെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഈ ഞായറാഴ്ച നമ്മൾ ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. കമ്മിങ് സൺഡേ വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ഫാദേഴ്സ് ഡേ. So I fondly remember all the fathers, especially departed and living, and submit all the fathers, dedicated dads before God Almighty, and my earnest prayer for all the fathers. The God Almighty should shower all the heavenly blessings upon all the beloved fathers. എല്ലാ പിതാക്കന്മാരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞാനൊരു ചെറിയ ചിന്ത നിങ്ങളോടൊന്നിച്ച് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഫാദേഴ്സ് ഡേ വരുന്നത് കൊണ്ട് ഒരു നല്ല അപ്പനെ കുറിച്ചുള്ള ചിന്ത പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 7. അതൊന്ന് വേദപുസ്തകം ഉള്ളവർക്കൊന്ന് എടുത്ത് പെട്ടെന്ന് നോക്കി മുമ്പിലോട്ട് നമുക്ക് പോകാം. എബ്രായ ലേഖനം 11:7. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. നോഹയെ കുറിച്ചാണ് ഈ വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. നമ്മൾ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ നമ്മൾ ഇപ്രകാരമാണ് അത് വായിക്കുന്നത്. 11:7 By faith Noah, being divinely warned of things not yet seen, moved with godly fear, prepared an ark for the saving of his household, by which he condemned the world and became heir of the righteousness which is according to faith എന്ന് നമ്മൾ ഇംഗ്ലീഷിലും വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നോഹ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു എന്നാണ് നമ്മൾ വായിച്ചത്. നോഹ built an ark to save his household or his family. അതാണ് നമ്മുടെ ചിന്താ വിഷയം. നോഹ ഒരു അപ്പനാണ്. നോഹ ഒരു പെട്ടകം പണിയുന്നത് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ടാണെന്ന് എബ്രായ ലേഖനകർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എബ്രായ ലേഖനത്തിന്റെ 11-ാമത്തെ അധ്യായം മുഴുവൻ വിശ്വാസ വീരന്മാരുടെ ഒരു നീണ്ട നിരയാണ് നമ്മൾ കാണുന്നത്. ദി ഹീറോസ് ഓഫ് ദി ഫെയ്ത്ത്ഫുൾ. അനേകം പേരെ നമ്മൾ കാണുന്നുണ്ട്. അവരെ കുറിച്ച് എല്ലാം പറയുമ്പോൾ ആ വലിയ നിരയെല്ലാം തുടങ്ങുന്നത് വിശ്വാസത്താൽ ഹാബേൽ, വിശ്വാസത്താൽ ഹാനോക്ക്, വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ ഗിദ്യോൻ, വിശ്വാസത്താൽ ബാരാക്ക്, വിശ്വാസത്താൽ ഇബ്താഹ്. അങ്ങനെ വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ നിരയാണ് നമ്മൾ അവിടെ കാണുന്നത്. ആ വിശ്വാസ വീരന്മാരെല്ലാം മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് 12-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വചനം. ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക എന്ന് നമ്മൾ 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ടാണ് 11-ാമത്തെ അധ്യായത്തിൽ ഈ വിശ്വാസ വീരന്മാരെ മുഴുവൻ നിരത്തി വെച്ചിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇവിടെ നോഹയെ കുറിച്ച് പറയുമ്പോൾ നോഹ വിശ്വാസത്താൽ ഒരു ഓട്ടം ഓടി അവന് തികച്ച നീതിയുടെ കിരീടം പ്രാപിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ എബ്രായ ലേഖനകർത്താവ് നോഹയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു പെട്ടകം പണിതു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പെട്ടകത്തിനെ കുറിച്ച് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ധാരാളം പെട്ടകങ്ങൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ടല്ലോ. പ്രധാനമായിട്ടും 4 പെട്ടകങ്ങളാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. ഒന്നാമതായിട്ട് പുറപ്പാട് പുസ്തകത്തിലാണ്. അവിടെ 2-3 നമ്മൾ വായിക്കുന്നുണ്ട്. അവനെ പിന്നെ ഒളിച്ചു വെക്കാൻ കഴിവില്ലാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി, അതിന് പശയും കീലും തേച്ചു, പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു എന്ന് നമ്മൾ കാണുന്നു. അപ്പൊ മോശ കുഞ്ഞിനെ രക്ഷിക്കുവാൻ വേണ്ടി മോശയുടെ അമ്മ ഒരു ഞാങ്ങണ പെട്ടകം തീർക്കുന്നു. പ്രത്യേകിച്ച് ആ പെട്ടകം വാങ്ങിച്ചിട്ട് അതിന് പശയും കീലും തേച്ചത് മുങ്ങിപ്പോകാതെ ഈ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് നദിയിൽ പൊങ്ങിക്കിടക്കുവാനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. അപ്പൊ ഒന്നാമത്തെ പെട്ടകം പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത് ഒരു വ്യക്തിയെ മാത്രം രക്ഷിക്കുന്ന ഒരു പെട്ടകമാണ്. ഇറ്റ്സ് ഓൺലി ഫോർ വൺ ഇൻഡിവിജ്വൽ. ഒരു കുഞ്ഞിനെ മാത്രം രക്ഷിക്കുന്ന ഒരു പെട്ടകമാണ് പുറപ്പാട് പുസ്തകത്തിൽ. 2-ാമത്തെ പെട്ടകമാണ് നമ്മളിപ്പോൾ വായിച്ച് നോഹ പണിത പെട്ടകം എന്ന് പറയുന്നത്. ഉൽപ്പത്തി 6-ാമത്തെ അധ്യായം 6, 7, 8, 9 അധ്യായങ്ങളൊക്കെയാണ് നോഹയുടെ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. അതിൽ 6-14 നോഹ പണിത പെട്ടകത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. യഹോവയായിരിക്കുന്ന ദൈവം നേരിട്ട്
നോഹയുടെ പറയുന്നത്, നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക, പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം എന്ന് പറയുകയാണ്. അപ്പൊ രണ്ടാമത്തെ പെട്ടകം എന്താണ്? ഇറ്റ്സ് ഓൺലി എക്സ്ക്ലൂസീവ്ലി ഫോർ എ ഫാമിലി. ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ആർക്ക്, an ark for a family, particular family, not for the entire world. ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പെട്ടകം. ഇനി മൂന്നാമത്തെ ഒരു പെട്ടകം നമ്മൾ കാണുന്നത് സമാഗമന കൂടാരത്തിനെ കുറിച്ചാണ്. പുറപ്പാട് 25:10, എക്സോഡസ് 25:10 നമ്മൾ കാണുന്നുണ്ട്. അടിമത്തത്തിൽ നിന്ന് ജനമെല്ലാം ഇസ്രായേലിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് വരുമ്പോൾ യഹോവയ്ക്ക് ഇറങ്ങി വസിക്കണം, അവരെ രക്ഷിക്കുവാൻ വേണ്ടി. അവരുടെ മുമ്പടയായിട്ടും മെമ്പടയായിട്ടും ഒക്കെ യഹോവ കൂടെ ഉണ്ട്. അപ്പോൾ ജനത്തിന്റെ മുമ്പിൽ നടക്കണം, അവർക്ക് രക്ഷയായിട്ട് വേണം, ജനത്തിന്റെ ഇടയിൽ ഉണ്ടാകണം, ദൈവ സാന്നിധ്യം ഉണ്ടാകണം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം, ഒരു കൂടാരം ഉണ്ടാക്കണമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. അത് ഒരു ജനത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ട്രൈബിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വിളിച്ച് വേർതിരിച്ച ഒരു വർഗത്തിന് വേണ്ടിയാണ് മൂന്നാമത്തെ പെട്ടകം നമ്മൾ കാണുന്നത്. എന്നാൽ നാലാമതായിട്ട് ഒരു പെട്ടകം പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിലാണ്. അത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് ഈ നാലാമത്തെ പെട്ടകം എന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്യു 1:21 അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, താനാകുന്ന പെട്ടകത്തിനെ കുറിച്ച്. യോഹന്നാൻ 10:9 ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ നാലാമത്തെ പെട്ടകത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബാക്കിയുള്ള പെട്ടകമൊക്കെ അടച്ചു, അതൊരു രക്ഷയ്ക്ക് വേണ്ടി അടച്ച് ഒരു പ്രത്യേകമായ രീതിയിൽ അതിനെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ നാലാമത്തെ പറഞ്ഞ പുതിയ നിയമത്തിൽ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാകുന്ന ആ പെട്ടകത്തിന്റെ വാതിൽ ഇതുവരെയും അടച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ആ വാതിൽ ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. ഇനി ഈ വാതിൽ എന്നാണ് അടയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് 10 കന്യകമാരുടെ ഉപമയിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അതിനൊരു നാഴിക വരുന്നുണ്ട്. ആകാശമേഘങ്ങളിൽ നമ്മുടെ കർത്താവ് കാഹളധ്വനിയോടുകൂടി പ്രധാന ദൂതന്റെ അകമ്പടിയോടുകൂടി അവൻ എഴുന്നള്ളി വരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ, അവന് ഇറങ്ങി വരുമ്പോൾ, ആ സമയത്താണ് ഈ പെട്ടകം ഇനി വീണ്ടും അടയുവാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു പെട്ടകം എന്ന് പറയുന്നത് an ark built for our salvation or our saving is എന്ന് പറയുന്നത് അത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ആകുന്ന പെട്ടകമാണ്. ഇനി ഈ പെട്ടകത്തിനകത്ത് പ്രവേശിക്കുവാനുള്ള ഒരുക്കം അല്ലെങ്കിൽ യോഗ്യത നമുക്കുണ്ടോ, അതിനുള്ള ഒരുക്കം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കാം. പ്രത്യേകിച്ച് പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഞായറാഴ്ചയിലേക്ക് വരുമ്പോൾ എല്ലാ പിതാക്കന്മാരോട് കൂടിയുള്ള ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളോടൊന്നിച്ച് പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരുടെ, നോഹയുടെ കാലത്ത് ഒരു പെട്ടകത്തിനെ കുറിച്ച് ദൈവം പറയുമ്പോൾ എന്തായിരുന്നു അന്നൊരു പെട്ടകത്തിന്റെ ആവശ്യം? നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-5 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോവ കണ്ടു. അപ്പോൾ അന്നത്തെ കാലത്ത് ദൈവം നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ ദുഷ്ടതയാണ്. എല്ലായിടത്തും ദുഷ്ടത കൊണ്ട് നിറഞ്ഞ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെ എപ്പോഴും ദോഷമുള്ളതാണ് എന്നും യഹോവ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് 53-ാമത്തെ സങ്കീർത്തനത്തിലും 14-ാമത്തെ സങ്കീർത്തനത്തിലും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ട് എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നുവെന്ന് നമ്മൾ ആ സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? അപ്പൊ എല്ലാ കാലത്തും യഹോവ അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ നിരൂപണങ്ങളെ, അവന്റെ ജീവിതത്തെ, അവന്റെ ദുഷ്ടതയൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോഹയുടെ കാലത്തെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ജനമെല്ലാം ബോധിച്ച പ്രകാരം അവർ നടന്നു എന്നുള്ളതാണ്. അവനവൻ ഇഷ്ടമുള്ള രീതിയിലേക്ക് ജനം നടന്നു. നമ്മൾ ഓരോ ദിവസം കേൾക്കുന്ന പുതിയ പുതിയ വാർത്തകളിൽ പുതുമയൊന്നുമില്ല ഇപ്പോൾ വാർത്തകൾക്കെങ്കിലും അത് നമ്മളെ കണ്ടമാനമായിട്ട് ഭയപ്പെടുത്തുന്നതും നമ്മുടെ ഉറക്കം കെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോഹയുടെ പെട്ടകത്തിനകത്ത് ആൾക്കാർ കിടക്കുന്ന നാൾ വരെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞുകൊണ്ട് അന്ന് വരെ മനുഷ്യൻ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും ഒന്നും ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നോഹയുടെ ഒക്കെ കാലം വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ലാമെക്കിന്റെ കാലം എന്ന് പറയുമ്പോൾ ആദ്യം മുതൽ ഒരു 10-ാമത്തെ തലമുറയായുള്ളൂ. അപ്പോൾ ആ സമയം ആയപ്പോഴത്തേക്ക് തന്നെ ലോകം ദുഷ്ടത കൊണ്ട് നിറഞ്ഞു, മനുഷ്യരുടെ ഹൃദയത്തിലെല്ലാം ദുഷ്ടത കൊണ്ട് നിറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ഒരു കാലഘട്ടവും ആ കാലഘട്ടവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല.
പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ദുഷ്ടത നിറഞ്ഞ ഈ ഒരു ലോകത്ത് ജീവിച്ച നോഹയ്ക്ക് മാത്രം ദൈവകൃപ ലഭിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാന ചിന്താവിഷയം. സകല ലോകത്തിലും ദുഷ്ടത കൊണ്ട് നിറഞ്ഞ് ലോകത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവം ചിന്തിച്ച് ഉറപ്പിക്കുമ്പോൾ ആ ദുഷ്ടത നിറഞ്ഞ ലോകത്ത് ദൈവത്തിന്റെ കൃപ ലഭിച്ച ഏക വ്യക്തി നോഹ മാത്രമായിരുന്നു. 6:8 നമ്മളത് പ്രത്യേകമായിട്ട് വായിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോട്ടെ, ആർക്കാണ് കൃപ ലഭിക്കുന്നത്? കൃപ ലഭിക്കുന്നത് എങ്ങനെ? മലാഖി പുസ്തകം 1:9 വായിക്കുന്നുണ്ട്, പകൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവിൻ. One who is pleasing God, he will definitely receive the grace of God. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ ആരാണോ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് കൃപ ലഭിക്കും, കരുണ ലഭിക്കും എന്നുള്ള കാര്യം മലാഖി പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നോഹയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം നോഹയുടെ ജീവിതത്തിലുള്ള പ്രത്യേകത എന്താണ് പ്രത്യേകമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്താണ് എന്ന് നമുക്ക് ഒരു വാക്യത്തിൽ വായിക്കാം. 6:9 പറയുന്നുണ്ട്, എങ്ങനെയാണ് ഹൗ ഡിഡ് നോവ പ്ലീസ് ഗോഡ്? എങ്ങനെയാണ് നോഹ ദൈവത്തെ പ്രസാദിപ്പിച്ചത്? അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം തന്നെ നമുക്ക് എടുത്താൽ മതി, കൂടുതൽ ചിന്തിക്കേണ്ട. പെട്ടെന്ന് പറഞ്ഞു പോകാം. 6:9 വായിക്കുന്നു, ജനസിസ് 6:9 വായിക്കുന്നു, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടി നടന്നു. 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഹി വാസ് എ റൈറ്റ്യൂസ് മാൻ. നോഹ വാസ് എ റൈറ്റ്യൂസ് മാൻ. പിന്നെ പറഞ്ഞിരിക്കുന്നത് നിഷ്കളങ്കനായിരുന്നു. ഹി വാസ് വെരി ഇന്നസെന്റ്. വളരെ നല്ല നിഷ്കളങ്ക ഹൃദയമുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ 3-ാമതായിട്ട് പറഞ്ഞു, നോഹ വാക്ക്ഡ് വിത്ത് ഗോഡ്. പലരും അങ്ങനെ ദൈവത്തോടു കൂടി നടന്നിട്ടുണ്ട്. നോഹയും ദൈവത്തോടു കൂടി നടന്നുവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഇതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. നോഹ നീതിമാനായിരുന്നു. നീതിയുള്ള ഒരു ജീവിതം നോഹ നയിച്ചു. അവന്റെ തലമുറയിൽ സകല ലോകം ദുഷ്ടത കൊണ്ട് നിറഞ്ഞ ഒരു തലമുറയിൽ ഒരു കാലഘട്ടത്തിൽ അവൻ നിഷ്കളങ്കനായിട്ട് ജീവിച്ചു. അതോടൊപ്പം തന്നെ അവൻ ദൈവത്തോട് കൂടി നടന്നു എന്നുള്ളതാണ്. പിതാക്കന്മാരെ ഓർക്കുന്ന ഈ ദിവസങ്ങളിൽ ഇതെല്ലാ പിതാക്കന്മാരും, ഞാൻ ഉൾപ്പെടെ എല്ലാ പിതാക്കന്മാരും ഓർക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സാക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ ഒരു നീതിമാൻ എന്ന് പറയുന്ന, ഒരു റൈറ്റ്യസ് മാൻ എന്ന് പറയുന്നത് ആരാണ്? നമുക്കാർക്കും സ്വയമായിട്ട് നീതീകരണം ഒന്നും നേടാനോ പ്രാപിക്കാനോ പറ്റുകയില്ല. പക്ഷെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനെ പിന്നെ ആർക്കും കുറ്റം ചുമത്തുവാനായിട്ട് പറ്റുകയില്ല. ദൈവം തിരഞ്ഞെടുത്തവൻ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവമെന്ന് റോമാലേഖനം 8 പറയുന്നുണ്ട്. അപ്പൊ നീതീകരിക്കുന്നവൻ ദൈവമാണ്. നമുക്കറിയാമല്ലോ, കർത്താവ് തന്നെ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. 2 പേര് പ്രാർത്ഥിക്കാൻ പോയി, ചുങ്കക്കാരനും പരീശനും. അതിൽ നമ്മൾ കാണുന്നുണ്ട് വളരെ വിസ്തരിച്ചുള്ളൊരു പ്രാർത്ഥനയൊക്കെ പരീശൻ നടത്തുന്നു. ചുങ്കക്കാരൻ പ്രത്യേകിച്ച് ഒന്നും കേൾക്കത്തക്കവണ്ണമൊന്നും പ്രാർത്ഥിച്ചില്ല. പക്ഷെ അതിന്റെ അന്ത്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ ഒരു ചുങ്കക്കാരൻ അവന് നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി എന്നാണ് നമ്മൾ അവിടെ അവസാനം വായിക്കുന്നത്. അപ്പൊ ദൈവസന്നിധിയിൽ ദൈവമാണ് നീതീകരിക്കേണ്ടത്, അല്ല സ്വയമായിട്ട് നമുക്ക് നീതീകരണമൊന്നും പ്രാപിക്കുവാനായിട്ട് പറ്റുകയില്ല. നീതീകരണത്തിനുള്ള അവസരം ദൈവം എപ്പോഴും നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമ്മുടെ പാളിച്ച എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയും, നമ്മൾ അവകാശങ്ങളെല്ലാം അലക്ഷ്യമാക്കി കളയും. യേശാവിന്റെ യാക്കോബിന്റെ ഒക്കെ ആ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ യേശാവ് നല്ലൊരു വ്യക്തിയായിരുന്നു, മൂത്ത ജ്യേഷ്ഠൻ നല്ലവനായിരുന്നു. പക്ഷെങ്കിൽ അവന്റെ അവകാശങ്ങളെ അവൻ അലക്ഷ്യമാക്കി കളഞ്ഞു. ഒരൽപ്പം പായസത്തിന് വേണ്ടി ഭക്ഷണപ്രിയനായിട്ട് മാറിയത് കൊണ്ട് അവന്റെ അവകാശങ്ങളെല്ലാം അവൻ കളഞ്ഞു. ദൈവം കൊടുത്ത അവകാശത്തെ അവൻ അലക്ഷ്യമാക്കി കളഞ്ഞു. അവന് വീണ്ടും അവസരമുണ്ടായിരുന്നു, അവസരമെല്ലാം അവന് അലക്ഷ്യമാക്കി കളയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ അലക്ഷ്യമാക്കി കളഞ്ഞാൽ ഒരിക്കലും പിന്നെ ഒരു അവസരം കിട്ടുകയില്ല. യേശാവ് അപ്പന്റെ അടുക്ക് ചെന്ന് വീണ്ടും പൊട്ടിക്കരിഞ്ഞ് അപേക്ഷിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെങ്കിൽ അവനെ വീണ്ടും ഒരിക്കലും ആ ഒരു അനുഗ്രഹത്തെ പ്രാപിപ്പാനായിട്ട് കഴിഞ്ഞില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് നോഹയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നോഹ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നോഹ നീതിമാനായത്? ഉൽപ്പത്തി 6:22 വായിക്കും, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്ന് പറയുന്നു. വ്യക്തമായിട്ട് എടുത്തു പറയുകയാണ്, ദൈവത്തിന്റെ കൽപ്പനകളെ പാലിക്കുന്നവനാണ് ഒരു നീതിമാൻ എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്ന് പറയുന്നു. അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുകയാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്താണ്
ദൈവം നോഹയോട് പറഞ്ഞത്, ഇന്ന് വരെ ഈ മനുഷ്യനൊരു വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല, ഒരു പെട്ടകം ഈ മനുഷ്യൻ കണ്ടിട്ടില്ല. ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയോടാണ് തമ്പുരാൻ പറയുന്നത് 300 മുഴം നീളമുള്ള ഒരു പെട്ടകം, 50 മുഴം വീതിയുള്ള ഒരു പെട്ടകം, 30 മുഴം ഉയരമുള്ള ഒരു പെട്ടകം പണിയണമെന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അവൻ അപ്രകാരം തന്നെ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു എന്ന് നമ്മൾ എടുത്തവിടെ വായിക്കുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് ദൈവ കൽപ്പനകളെ പാലിക്കുന്നവനാണ് ഒരു നീതിമാൻ എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യം നിഷ്കളങ്കനായിരുന്നു. ആ നിഷ്കളങ്കനായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ നോഹ തമ്പുരാൻ പറഞ്ഞ ഒന്നിനെയും ചോദ്യം ചെയ്തിട്ടില്ല. ആ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം. ഒരു സംശയം അവന്റെ മനസ്സിലില്ല. എന്തിനാ പറയുന്നത്, ഇതിനകത്തുള്ള കാര്യമുണ്ടോ, അവൻ ഈ തിരിച്ചൊരു മറുപടി അല്ലെങ്കിൽ ഒരു ചോദ്യമൊന്നും ദൈവത്തോട് നോഹ നടത്തുന്നതേ ഇല്ല. നിഷ്കളങ്ക ഒരു കുഞ്ഞിന്റെ, ഒരു ശിശുവിന്റെ നിഷ്കളങ്ക മനസ്സും മനോഭാവമാണ് നോഹ തമ്പുരാനോട് പുലർത്തുന്നത്. ദൈവം എന്ത് വരച്ചു കാണിച്ചോ അവനോട് ചെയ്യാൻ പറയുന്നു, ആ കാര്യം അങ്ങനെ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്, ഒരു പെട്ടകത്തിനകത്ത്, റഷ്യയുടെ പെട്ടകത്തിനകത്ത് കടക്കണമെങ്കിൽ തമ്പുരാന്റെ കൽപ്പനകളെ പാലിക്കുകയും അതോടൊപ്പം തന്നെ അതിനെ ചോദ്യം ചെയ്യാതെ നമ്മൾ അതിനെ അനുസരിക്കുകയും അവന്റെ കൽപ്പനകളെ ഏറ്റെടുക്കണമെന്ന് നമ്മൾ തീർച്ചയായിട്ടും ഓർക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നവനുമല്ല, മറിച്ച് എൻ്റെ വചനത്തെ പാലിക്കുന്നവനാണ് രക്ഷ പ്രാപിക്കുന്നതെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ അടുത്തതിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു പോകാം. അപ്പോൾ ഒരു വചനം നമ്മൾ അനുസരിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ ചാലുകൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരികയാണ്. ഈ പെട്ടകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എന്താണ് ആ പെട്ടകത്തിന്റെ പ്രത്യേകത? 3 തട്ടായിട്ട് പണിയണമെന്ന് തമ്പുരാൻ പറഞ്ഞു. അപ്രകാരം തന്നെ നോഹ പണിതു. 3 തട്ടായിട്ട് പണിതു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ 3 തട്ടിന് യഥാർത്ഥത്തിൽ 6 വാതിൽ വേണം, കടക്കാനും അകത്തോട്ട് പ്രവേശിക്കാനും വെളിയിലേക്ക് പോകാനുമായിട്ട്. പക്ഷെങ്കിൽ തമ്പുരാൻ പറഞ്ഞത് ഒരൊറ്റ വാതിൽ മതിയെന്നാ പറഞ്ഞത്. അത് അല്പം മുകളിൽ നിന്നും അല്പം താഴെ കൃത്യമായ കണക്കൊക്കെ പറഞ്ഞൊരു വാതിൽ മാത്രമേ ഉള്ളൂ. പിന്നീട് ഒരു കാര്യം കൂടെ തമ്പുരാൻ ഓർമ്മിപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇതിന് നന്നായിട്ട് പശ തേക്കണം, കീല് തേക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ചിന്തിക്കുകയാണ്, ആനയും ജിറാഫും ഒക്കെ കയറിയ ഈ വാതിലിൽ കൂടി തന്നെയാണ് ഉറുമ്പും ഈ പെട്ടകത്തിനകത്ത് കടന്നത്. വേറെ ഒരു മാർഗമില്ല. വേറെ ഒരു മാർഗത്തിലൂടെ ഒരു ചെറിയ ജീവിക്ക് പോലും, ഒരു ഉറുമ്പിന് പോലും ഈ പെട്ടകത്തിനകത്ത് കടക്കാനായിട്ട് കഴിയുകയില്ല. ക്രിസ്തു ആകുന്ന വാതിൽ ഇപ്രകാരമാണ്. ഒരൊറ്റ വാതിലേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിനകത്തൂടെ മാത്രമേ, അത് മാർപ്പാപ്പ ആണെങ്കിലും പെശിയാചിച്ച് തെരുവിലിരിക്കുന്നവനാണെങ്കിൽ ഈ ഒരൊറ്റ വാതിലേ ഉള്ളൂ. അവിടെ പ്രത്യേകതകളൊന്നുമില്ല. കർത്താവ് എല്ലാം ഒരു സമഭാവനയോട് കൂടി കാണുന്നു എന്നുള്ളൊരു മനോഭാവം കൂടി നമുക്കുണ്ടാകണം. അപ്പോൾ ഈ വാതിലിനകത്തോട്ട് കടക്കുകയാണ്. അപ്പം പ്രിയമുള്ളവരെ, നോഹ നമ്മുടെ ദൈവത്തിന്റെ അരുളപ്പാടിനെ വിശ്വസിച്ചു. ഒരു ന്യായവിധി വരുമെന്ന് നോഹ വിശ്വസിച്ച് അതിനകത്ത് കടക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട്, നോഹ പ്രസംഗിച്ചുകൊണ്ട് നടന്നു. 120 വർഷം നോഹ തൻ്റെ ചുറ്റുമുള്ളവരോട് യഹോവയുടെ കൽപ്പനയെക്കുറിച്ച്, യഹോവയുടെ അരുളപ്പാടിനെ കുറിച്ച്, ഒരു മാനസാന്തരത്തിനെ കുറിച്ചൊക്കെ, സന്മാർഗമാർഗത്തിനെ കുറിച്ച്, നീതിയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടന്നു. ഒരൊറ്റ മനുഷ്യൻ പോലും കേട്ടില്ല. അവസാനമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുമെന്ന മലാഖി പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഈ സ്വർഗത്തിന്റെ കിളിവാതിലുകളൊക്കെ തുറക്കുകയാണ്. ഈ പെട്ടകത്തിനകത്ത് എല്ലാം കയറി, നോഹയും കുടുംബവും കയറി വാതില് യഹോവയായിരിക്കുന്ന ദൈവം അടയ്ക്കുകയാണ്. ഞാനൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. പെട്ടെന്ന് ഞാൻ നിർത്തുകയാണ്, കാരണം സമയം എനിക്ക് അധികമില്ല. എന്താണ് എന്ന് ചോദിച്ചാൽ, സുരക്ഷിതമായിട്ടുള്ള ഒരു പെട്ടകത്തിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ സേഫാണ് എന്ന് തീർച്ച വരുത്തി അതിൻ്റെ വാതിൽ അടയ്ക്കുന്നത് തമ്പുരാനാണ്. നമ്മുടെ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ആമുഖത്തിൽ പറഞ്ഞല്ലോ, ഇപ്പോൾ നടന്ന പ്ലെയിൻ അപകടത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. സ്വപ്നങ്ങളുമായിട്ട് ഉയരങ്ങളിലേക്ക് പോയി, ഒരു അഗ്നിഗോളമായിട്ട് വെണ്ണീറായിട്ട് താഴെ വന്നു. പക്ഷെ അവിടെയും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു. അപ്പോൾ എത്ര അപകടമാണെങ്കിലും, സമുദ്രത്തിലാണെങ്കിലും അഗ്നിഗോളത്തിലാണെങ്കിലും രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നവനെ ദൈവം രക്ഷിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് തമ്പുരാനാണ് ഇതിന്റെ വാതിൽ അടയ്ക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. തമ്പുരാൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു വാതില് തമ്പുരാൻ തുറന്നു തരുമ്പോൾ വേറൊരു വാതിൽ തമ്പുരാൻ അടയ്ക്കും. തമ്പുരാൻ ഒരു വാതിൽ അടയ്ക്കുമ്പോൾ തമ്പുരാൻ വേറൊരു വാതില് തുറക്കുകയും കൂടെ ചെയ്യും. ഈ പെട്ടകത്തിന്റെ വാതിൽ അടച്ചപ്പോൾ ആകാശത്തിന്റെ വാതിലുകൾ
അല്ലെങ്കിൽ ആഴിയുടെ വാതിലുകളൊക്കെ തുറന്ന് ഒരു നാശം കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വായിച്ചിരിക്കുന്നത് നോഹയുടെ കുടുംബം ഈ പെട്ടകത്തിനകത്തുള്ളത് ഒഴിച്ച് സകലമാന ജീവികളും ജീവജാലങ്ങളും ചത്തുപോയി എന്നാ പറഞ്ഞിരിക്കാം. നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കാണ് ഈ ചത്തുപോയെന്ന്. നമുക്ക് ആർക്കും ഇതിന്റെ അർത്ഥം അറിയത്തില്ല. സത്യത്തിൽ ഇതൊരു തമിഴ് പദമാണ്. സത്തുപോയെന്ന് തമിഴൻ പറയും. സത്തെന്ന് പറഞ്ഞാൽ പ്രാണനാണ്, ആത്മാവെന്നാണ് ഈ സത്തെന്ന് പറഞ്ഞത്. ഈ തമിഴന്മാര് സത്തുപോയെന്ന് പറയും, എന്ന് പറഞ്ഞാൽ പ്രാണം വിട്ടുപോയെന്നാ പറയുന്നത്. അങ്ങനെയാണ് ഈ മലയാളി ചത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് സകലമാനും മനുഷ്യരും എല്ലാ പ്രാണികളും ചത്തുപോയി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രാണം നഷ്ടപ്പെട്ടു പോയി. ഇവിടെ നമ്മൾ കാണുന്നത് ഈ പെട്ടകം അടയുമ്പോൾ അകത്തുള്ളവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും പിതാക്കന്മാരായിരിക്കുന്ന നമുക്ക് ദൈവസന്നിധിയിലോർത്ത് പ്രാർത്ഥിക്കാം. നോഹ പെട്ടകം പണിതത് നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയൊന്നുമല്ല. കർത്താവ് അവനോട് പറഞ്ഞത് അവന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം പണിയാണ്. നമ്മൾ വായിച്ചതും അങ്ങനെയാണ്. അവന്റെ ഫാമിലിയുടെ രക്ഷയ്ക്ക് വേണ്ടി നോഹ ഒരു പെട്ടകം പണിതു. പ്രിയമുള്ളവര്, വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങി നോഹ ചെയ്യുന്ന ആദ്യത്തെ ഒരു കാര്യം ആരാധനയാണ്. നന്ദിയുള്ളവരായി ദൈവം നടത്തുന്ന വിധത്തിൽ ആദ്യത്തെ നോഹ ചെയ്ത കാര്യം, അതിൽ ഒരു കുറവില്ലാത്തതിനെ എടുത്തുകൊണ്ട് നോഹ ദൈവത്തിന് യാഗം അർപ്പിച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നു. നന്ദിയുള്ളവരായി പിതാക്കന്മാരെ ഓർക്കുന്ന ഈ ദിവസം നമുക്ക് നല്ല വഴി കാണിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി ജീവിച്ച പിതാക്കന്മാരെ ഓർക്കാൻ, ജീവിച്ചിരിക്കുന്ന നമുക്ക് നോഹ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം പണിന്നത് പോലെ നമ്മുടെ കുടുംബവും നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളവരും കർത്താവാകുന്ന പെട്ടകത്തിനകത്ത് സുരക്ഷിതരാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മളെ അതിനെ വഴി നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കൊരു അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്ന. കർത്താവ് നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പെട്ടകത്തിലുള്ള യാത്ര അത് ഒരുമിച്ച് ചേർന്ന് പോകുന്നവരുടെ മനസ്സുപോലെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒന്നാണ്. നാം ആയിരിക്കുന്ന ഇടങ്ങളെല്ലാം പെട്ടകങ്ങളാണ്. അത് വീടാകട്ടെ, അത് ജോലി ചെയ്യുന്ന ഇടങ്ങളാകട്ടെ, നമ്മുടെ ഇടവകയാകട്ടെ, സഭയാകട്ടെ, എവിടെയാണെങ്കിലും ആസ് എ കമ്മ്യൂണിറ്റി വി ആർ ഇൻ ദാറ്റ്. അപ്പൊ നമ്മളെല്ലാം അതിൻ്റെ അകത്താണ്. അതിൻ്റെ അകത്ത് പല തരത്തിലുള്ള ആളുകൾ, അച്ഛൻ പറഞ്ഞതുപോലെ വലുതും ചെറുതും എല്ലാം അതിൻ്റെ അകത്ത്. കടിക്കുന്നതും കടിക്കാത്തതും, ചിരിക്കുന്നതും ചിരിക്കാത്തതും, ബലം പിടിക്കുന്നതും അയഞ്ഞിരിക്കുന്നതും, എല്ലാ വിഭാഗവും ഉണ്ട് ആ പെട്ടകത്തിനകത്ത്. അത് ഒരുമിച്ച് പോകാൻ കഴിയുന്ന ഒരിടം വരെ നമ്മൾ ഒരുമിച്ച് പോകണം. ആ ഇടത്ത് ചെന്നെത്തുന്നത് വരെയും നമ്മളെ നയിക്കുന്ന ദൈവ കരുതലിനെ കുറിച്ച് അച്ഛൻ ഓർമ്മിപ്പിച്ചു. അത് അഗ്നിയാകട്ടെ, വെള്ളമാകട്ടെ, കാറ്റാകട്ടെ, അവിടെ നിന്നെല്ലാം നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവം ഒരുമിച്ച് പെട്ടകത്തിൽ ചേർത്ത് വെച്ച് പിതാക്കന്മാരുടെ മാതൃകയും പാതയും പിൻപറ്റി പോകാൻ നമുക്ക് എപ്പോൾ കഴിയുന്നുവോ അപ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും, നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകും, കൃപയുണ്ടാകും. ഈ ദിവസവും തുടർന്നു വരുന്ന ദിവസങ്ങളും അതിനുള്ള അനുഭവങ്ങളായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഈ സമയത്ത് MMVSന്റെ ഡയസസിന്റെ പേരിൽ ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുന്നു. ദൈവം നമ്പുരാൻ കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛനോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Now it's time for prayer request. Elizabeth Auntie couldn't join us today, so I will be sharing the prayer request on her behalf. Heavenly Father, in your mercy and love, we come before you, bringing the burden and thanksgiving of our hearts. Trusting in your grace and compassion, we lift up the following intentions. Lord, we bring before you the families of Air India Flight 171. Surround them with your divine protection and comfort. In moments of fear and uncertainty, may your peace that surpasses all understanding fill their hearts. We also remember and lift up in prayers all those who were affected by the tragic bus accident in Kenya. Also, Lord, we ask for your healing touch upon Gian and Susan. Thank you for your mercy thus far, and we continue to pray for their complete recovery. We also lift up Arun, Sam, Elizabeth, and all others whose names may be unknown to us, but are known and loved by you.
Bring healing to the injured, strength to the caregivers, and comfort to those who grieve. May your presence be their refuge and strength in their time of sorrow. We also give thanks for those celebrating birthday this week, Reverend Father Gigi Samuel, Achama, Alex, and James. May you bless them abundantly with good health, joy, and many more years of service. We offer our gratitude for the wedding anniversary of George and Pam and Jacob and Achama. May their love continue to grow stronger each day, rooted in Christ and filled with grace. We remember with joy the ordination anniversary of Reverend Father Yakub Baby. May God continue to bless and guide him in his ministry. We also remember the departed Annama Philip and Geeta Shoji Isaac. May their memory be eternal and may their souls rest in peace in your heavenly presence. Now it's time for intercessory prayer, which will be led by Dr. Soni Babu. Dr. Soni Babu, please unmute yourself. Is she there? I don't think she's there, Acha. Achana. കേക്കാമോ? Oh, Yeah. okay. കേക്കാമോ? കേൾക്കാം. ഞാൻ പ്രാർത്ഥിച്ചോട്ടെ അച്ഛാ? Yes. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കാനും വചനം ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെയായിട്ട് അവിടുന്ന് ഒരവസരം കൂടി ഞങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഇതിനായി പ്രവർത്തിച്ച അവിടുത്തെ എല്ലാ മക്കൾക്കായി സ്തോത്രം. വർത്തമറിയ സമാജത്തിന്റെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകിച്ച് ഇതിനെ ചുക്കാൻ പിടിക്കുന്ന എബി എബ്രഹാം അച്ഛനെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ മക്കളെയെല്ലാം ആയുസ്സും ആരോഗ്യത്തോടും കൂടി പരിശുദ്ധാത്മ ശക്തിയെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ കർത്താവെ, ഇന്നത്തെ ദൂത് നൽകിയ അവിടുത്തെ അഭിഷിക്തനായിട്ട് സ്തോത്രം. അപ്പ അച്ഛനെ ഗുണമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം ഞങ്ങളിൽ 30, 60, 100 മേനിയായി ഫലം പുറപ്പെടുവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ. അപ്പ 4 തരത്തിലുള്ള പെട്ടകത്തെ കുറിച്ച് പറഞ്ഞല്ലോ. കർത്താവെ, തുറന്നു കിടക്കുന്ന പെട്ടകം ഞങ്ങളുടെ യേശു. കർത്താവെ, ആ പെട്ടകത്തില് കർത്താവ് ലോകമോഹങ്ങളിൽ ഇവിടെ പട്ടുപോകാതെ ആ പെട്ടകത്തിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ കാത്തുകൊള്ളണമേ. കർത്താവെ, ഈ ആഴ്ച കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാരെ എല്ലാം ഓർക്കുന്ന ദിവസമാണല്ലോ. അപ്പ കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് എല്ലാ പിതാക്കന്മാരെ, എല്ലാ കുടുംബത്തിലെ എല്ലാ ഗ്രഹനാഥന്മാരെ അവിടുന്ന് കൃപയോട് അനുഗ്രഹിച്ച് കർത്താവെ, ഒരു കുടുംബം പോലും ഒരു തലമുറ പോലും ഈ ലോകത്തിൽ പട്ടുപോകാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൈതൽ പ്രായം മുതൽ ആയുസിന്റെ ഈ നിമിഷം വരെ ഞങ്ങളെ അവിടുന്ന് മാറോട് ചേർത്ത് സ്നേഹം നൽകി. ഞങ്ങൾ രോഗികളായിരുന്നപ്പോൾ ഞങ്ങൾക്ക് സൗഖ്യം നൽകി. ദുഃഖിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ കണ്ണുനിരൊപ്പി. ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വിടുതൽ തന്ന് ഇവിടെ ആക്കിയിരിക്കുന്നത് യേശുവേ, അവിടുത്തെ ഉദ്ദേശം ഞങ്ങളിൽ കൂടെ നിറവേറ്റപ്പെടാനാണെന്ന് ഞങ്ങളെ മനസ്സിലാക്കി തരണമേ. കർത്താവെ, മറ്റുള്ളവരെ സ്നേഹിപ്പാനും സഹായിപ്പാനും കരുതാനും തമ്മിൽ ഭാരങ്ങളെ വഹിപ്പാനുമുള്ള കൃപ ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകണമേ. അപ്പ കർത്താവെ, അവിടുന്ന് രോഗക്കിടക്കയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പൈതങ്ങൾക്കും അവിടുന്ന് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ സമർപ്പിച്ച എല്ലാ പൈതങ്ങളും കർത്താവെ സൗഖ്യം കൊടുത്ത കർത്താവെ, എല്ലാ പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവെ, അവിടുന്ന് ചെല്ലണമേ. കരം പിടിച്ചവരെ കർത്താവെ രോഗക്കിടക്കയിൽ നിന്ന് ഉയർത്ത കർത്താവെ, ജീവിതത്തിലായിട്ട് സന്തോഷകരമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം പൈതങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അവിടുന്ന് കാക്കണമേ. മക്കളില്ലാത്ത
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ. ശരിയായ രീതിയിൽ ദൈവഭയമുള്ള തലമുറയെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം എല്ലാ മാതാപിതാക്കളെ അവിടെ ശക്തരാക്കണമേ. ദൈവമേ, ഞങ്ങൾ നിന്ന് ജീവിക്കുന്ന ലോകം അപകടം നിറഞ്ഞ ലോകത്താണല്ലോ അപ്പ. പലവിധ പ്രയാസങ്ങൾ കർത്താവെ ഞങ്ങളെല്ലാവരും കടന്നു പോകുന്നു അപ്പ. ഞങ്ങളോട് കർത്താവെ അവിടുന്ന് കരുണ ചെയ്യണമേ. അനേകര് കർത്താവെ മാറ്റപ്പെടുന്ന നിമിഷങ്ങൾ കൊണ്ട് മാറ്റപ്പെടുന്നു അപ്പ. അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ. കർത്താവെ അവരുടെ എല്ലാം കർത്താവെ പ്ലെയിൻ ക്രാഷിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ. അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ഞങ്ങൾ ഇവിടുന്ന് മാറ്റപ്പെടും അപ്പ. എന്നാൽ ഇവിടെ പട്ടുപോകുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളയുന്ന എന്തെങ്കിലും ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് നിന്നോട് ചേർന്ന് നടപ്പാൻ ആവശ്യമായ പരിശുദ്ധാത്മാവ് ശക്തി തന്ന് ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ. അടിയന്റെ അയോഗ്യത കർത്താവേ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകല്ലേ. ഞങ്ങളെ പ്രാർത്ഥന അവിടെ നിന്ന് കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ക്ഷമിക്കണമേ. ഞങ്ങളെ കാക്കണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ നൽകി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആശീർവാദം പറയാം. ആമച്ച. ബാറക്കുമോർ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവാസം നമ്മളെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും ദുഃഖത്തിലും പ്രയാസത്തിലും നിരാശയിലും പട്ടിണിയിലും ഒക്കെ ഇരിക്കുന്നവരുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവകയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Amen. On behalf of DSWA MMBS, I extend our heartfelt gratitude to each and every one of you for joining us in this Blessed Friday Prayer Fellowship. First and foremost, we thank our Almighty God for granting us the grace to gather in His holy name for prayer, praise, and reflection on His living word. We offer our respectful and heartfelt gratitude to our beloved Diocese Metropolitan, His Grace Dr. Thomas Mar Ivanios, for his continued prayers, vision, and fatherly guidance for our MMBS. Though Tirumeni could not be with us today, we are deeply thankful for his spiritual leadership, which strengthens and sustains our journey. We also thank Reverend Father Evi Abraham Achin for opening our session prayers, leading the prayer, introducing Reverend Father Ham Joseph Achin, and for his consistent and dedicated support. A special thanks to Ham Achin for sharing today's inspiring and spiritual enriching message. Your words have truly encouraged and uplifted us. We are especially grateful for your thoughtful reflection on the upcoming Father's Day and the message from Hebrew 11:7, where Noah is honored for his faith, obeying God's warning about the coming flood and building the ark, even though the danger was not yet visible. May we, like Noah, walk in obedience and trust, even when we cannot see what lies ahead. We gracefully acknowledge Hansi Papan Kochema, Mrs. Maren Joseph, for leading us in beautiful song that lifted our hearts to God, and Miss Jenny Kuriakos and Miss Linta Ann and Miss Maren Joseph for the Bible reading, reminding us of God's love and care. Our appreciation also goes to Elizabeth Auntie, our dedicated prayer coordinator, who faithfully gathers and presents the prayer requests week after week. We thank for her tireless service and commitment for coordinating the prayer. We also thank Dr. Soni Babu for leading us in the intercessory prayer with sincerity and compassion. Finally, to all our sisters from across the diocese, thank you for your presence and participation in prayers. Your commitment to this fellowship is a blessing to us and a source of strength to our ministry. May the Lord continue to guide us, bless our efforts, and unite us more deeply in His love. Wishing you all a peaceful and graceful weekend. Thank you once again. May God bless you all. May all glory be to the Father, Son, and Holy Spirit. Amen.